ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പിന്നെയും കുറേ നാളിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു മന്ത് ആയിട്ടുണ്ടാവും. എനിക്കെന്തോ മടിയാണ് ഗൈസ് വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര കുറവ് വ്യൂസ് ആയതുകൊണ്ട് എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡിലേ ആക്കുന്നു എഡിറ്റ് ആക്കാനും വീഡിയോ ഇടാനും വേണ്ടിയിട്ട്. അതെല്ലാം പോട്ടെ, അതൊന്നുമല്ലല്ലോ ഇപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് മന്ത് ഞാനും എൻ്റെ കൊളീഗ്സും കൂടി സെൻറ്റോസയിൽ പോയതാണ് കേട്ടോ. സെൻറ്റോസയിൽ നമ്മൾ പിക്നിക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ പൊതുവേ ഇങ്ങനെ പിക്നിക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ബീച്ചിൽ പോകും, വെള്ളത്തിൽ കുറച്ച് സമയം കളിക്കും, കുറച്ച് ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, അങ്ങനെ വരും. ഇങ്ങനെ ഒരു പിക്നിക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് 2 വാക്ക് പറയാം. ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും എന്നാലും ഞാൻ അവരെക്കുറിച്ച് 2 വാക്ക് പറയാം. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. കാരണം ഞാൻ മറന്നെങ്കിലും അവരെന്നെ ഓർമ്മിപ്പിക്കും, വീഡിയോ എടുക്കുന്നില്ലേ എന്ന് വെച്ചിട്ട്. അഥവാ നമ്മൾ കുറച്ച് ഡിലേ ആയി അവരൊന്നും കൂടി ചെയ്യും എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളവിടെ തിരിച്ചു പോയിട്ട് നമുക്കൊന്നും കൂടി വീഡിയോ എടുത്തിട്ട് വരാമെന്നെല്ലാം പറയും. അത്രയ്ക്കും നല്ല സപ്പോർട്ടാണ് കേട്ടോ അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം. പിന്നെ പിക്നിക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പോയതല്ല, നമ്മൾ ഓരോരോ ആൾക്കാരും ഓരോരോ ഡിഷും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് കുറേ ആൾ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഇത്രയും ചപ്പാത്തി ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എങ്ങനെ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും മാത്രം തിന്നുന്നു എനിക്കറിയില്ല. കാരണം ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ചപ്പാത്തി കൊണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയാന്ന് ചോദിച്ചിട്ട് ഞാൻ ഷെയർ ആക്കലുണ്ട് അവരുടെ ചപ്പാത്തി. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ചപ്പാത്തി. അങ്ങനെ പറഞ്ഞ് നമ്മൾ സെൻറ്റോസയിലെത്തി. പക്ഷേ സെൻറ്റോസയിൽ സിലോസോ ബീച്ചുണ്ട്, പലാവൻ ബീച്ചുണ്ട്. പക്ഷേ അതിൽ എവിടെ പോകണം നമ്മൾ അതുവരെ ഫിക്സ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സിലോസോ ബീച്ചിൽ പോയി. സിലോസോയിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇവിടെ പോകണ്ട, പലാവനിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഇവിടെ കുറച്ച് സമയം ഒന്ന് നോക്കി, അഥവാ തിരക്ക് ഇനി കുറയോ അല്ല വെയിലുണ്ടാവുമോ, നമ്മൾ ഏടെ പായ വിരിച്ചിട്ടിരിക്കും, അതെല്ലാം നോക്കിയിട്ട് നമ്മൾ തിരിച്ച് ഷട്ടിൽ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷട്ടിൽ ബസ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോയി. നമ്മൾ പോയ ദിവസമാണെങ്കിൽ കുറച്ച് സമയം വെയിലുണ്ടാവും, പിന്നെ ഒരു മഴേൻ്റെ പോലത്തെ ഒരു കാലാവസ്ഥ, പിന്നെയും കുറച്ച് വെയിൽ വരും, പിന്നെയും മഴ പെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ രണ്ടും മിശ്രിതമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് നമ്മൾ പോയിട്ടേറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷട്ടിൽ ബസ്. ഞാനിതുവരെ ഷട്ടിൽ ബസ്സിൽ പോയിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം സെൻറ്റോസിൽ വന്നിട്ടുള്ളൂ, അപ്പോഴും ഷട്ടിൽ ബസ്സിൽ പോയിട്ടില്ല. ഇവർ ഫുള്ള് നടത്തിച്ചതാണെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഷട്ടിൽ ബസ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ശരിക്കും പലാവൻ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷട്ടിൽ ബസ് എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷേ ഷട്ടിൽ ബസ് എടുക്കേണ്ട അവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് ആ ക്യൂ കണ്ടിട്ട് നമ്മളെ തീരുമാനം മാറ്റി. നമ്മൾ തിരിച്ച് സിലോസോയിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ട് വന്നു, നടന്നിട്ട് തന്നെ തിരിച്ചു അങ്ങോട്ട് പോകേണ്ട മടി കൊണ്ട് നമ്മൾ എന്തായാലും ഷട്ടിൽ ബസ് തന്നെ എടുത്തു. അപ്പോൾ ഇതിൽ പോകുന്ന ബൈക്ക് എന്തെല്ലാം ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ശരിക്കും നമ്മൾ നേരത്തെ നടന്നിട്ട് പോയ സ്ഥലമാണ്. കാരണം നമ്മളൊരു ബീച്ചിൽ എത്തിയിട്ട് തിരിച്ചു വന്നതാണല്ലോ. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഓരോരോ മെയിൻ സ്പോട്ട് എത്തുമ്പോൾ മെയിൻ ഷട്ടിൽ ബസ്സിന് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ബിക്കിനി ബാറിലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇതിൻ്റെ സെൻറ്റോസിൻ്റെ തന്നെ ഒരു റിസോർട്ട്. പിന്നെ ഈ റിസോർട്ട് കഴിഞ്ഞിട്ട് വരുന്നത് സ്കൈ പാർക്കിലാണ് ഈ ബഞ്ചി ജമ്പിങ്ങും മറ്റേ കുറച്ച് ഈ സിപ്പ് ലൈൻ പോലത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളത് സ്കൈ പാർക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഈ സെൻറ്റോസിൻ്റെ ഈ പെർഫ്യൂം മേക്കിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്ന സ്ഥലം. അങ്ങനെ കുറച്ചും കൂടി മുന്നിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നല്ലൊരു സ്പോട്ട് കിട്ടി. അതിലാണെങ്കിൽ ഭാഗ്യത്തിൽ നമുക്കൊരു ബെഞ്ചും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധനമെല്ലാം താഴെ വെച്ചു. പക്ഷെ ബെഞ്ചിലിരുന്ന് ഫുഡ് കഴിക്കാന്നുള്ള രീതിക്ക് നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പക്ഷെ ഞാനാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ കുറച്ച് വീഡിയോസും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അടുക്ക് പോയിട്ടൊന്ന് ഹെൽപ്പ് ആക്കും. പക്ഷേ അധിക സമയം ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 6 പേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ആൾക്കാരും അവരവർ പറ്റുന്നത് ഓരോരോ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരണമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ കൊണ്ടുപോയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. അതിൽ ഒരാൾ ഡോണറ്റ്സ് കൊണ്ടുവന്നു, പിന്നെ ഒരാൾ സ്പെഗറ്റി കൊണ്ടുവന്നു, ബർഗർ ഉണ്ടായിരുന്നു, പിന്നെ കൊക്കോള ഉണ്ടായിരുന്നു, പിന്നെന്താ അങ്ങനെ കുറച്ച് കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വേറെ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോയ ദിവസമാണെങ്കിൽ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഇരുട്ട് പോലെയായിരുന്നു. കാരണം ഇങ്ങനെ മഴ പിടിച്ചിട്ട് കുറച്ച് നല്ല ഇരുട്ടും പോലെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് മാറിയിട്ട് വെയിലാവും, പിന്നെയും മഴ പിടിക്കും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു മടുപ്പ് തോന്നിയിട്ടില്ല വെയിൽ കാരണം കൊണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് വന്നൊരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മയിൽ ആളെ കാട്ടിനുള്ളിൽ നടന്നാണ് വന്നത്. പിന്നെ കുറേ സമയം അവിടെ ഇങ്ങനെ കൊത്തി ഇരുന്നുകൊണ്ടിരുന്നു. നമ്മൾ പിന്നെ ഫുഡൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഫുഡ് ഇട്ട് കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് പോയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ചതാ കാട്ടിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു റീലിൻ്റെ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ ആ റീൽ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പം എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി, അങ്ങോട്ടേക്ക് പോയി. കാരണം എൻ്റെ ഫ്രണ്ട്സ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴും ഇങ്ങനെ ചെറുങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് അടുത്ത് തന്നെ ഇരിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സന്ധ്യ ആയത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം നല്ല മഴയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെയ്യും എന്നുള്ള അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ആടുന്ന് ഏതെങ്കിലും ഒരു മഴ കിട്ടാത്തൊരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോയി. കാരണം നമ്മളെ കയ്യിൽ സാധനങ്ങളും ഫുഡും എല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചാൽ എന്തായാലും ഫുഡ് ചണ്ട് പിണ്ടിയാവും. അതുകൊണ്ട് വേഗം കുറച്ച് എന്തെങ്കിലും ഷെൽട്ടർ കിട്ടുമെങ്കിൽ നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ഭയങ്കര മഴ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ വേഗം നമ്മുടെ സാധനമെല്ലാം പാക്കി കെട്ടിയിട്ട് മഴയില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് അവിടെ ഒരു ഷെൽട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ബാക്കിയുള്ള ഫുഡെല്ലാം കുറച്ച് കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായത്. അങ്ങനെ കുറച്ച് അധിക സമയം റിലാക്സ് ചെയ്തതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഷട്ടിൽ ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വന്ന ബസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് അപ്പുറത്തേക്ക് നടന്നിട്ടാണ് പോയിട്ടുണ്ടായത്.
ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെ സെന്റോസ പോയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. Say something guys. How was the day? How was the day? It's very funny, and then we got a lot of food. We enjoyed the day. We played. Yes. And Madam, how was the day? Oh, it was great. The sun was nice. The weather was good. It rained a little bit, but it was a perfect moment. Dad, Mabu. Mabu. So happy. We're so happy today. Yes. അപ്പൊ ഇന്നത്തെ ഡേ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഇതൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈം ആണ്. കാരണം വിത്ത് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ പിക്നിക്കിന് വന്നിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ബീച്ചിൽ കളിക്കുന്നതല്ല ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇപ്പൊ സമയം 9 മണിയായി. നമ്മളൊരു 3 മണിയാകുമ്പോൾ 3:30-4 മണിയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിനി. സമയം പോയതേ അറിഞ്ഞിട്ടാ. ആദ്യം വന്ന സമയത്ത് കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ആകുമ്പോഴത്തേക്ക് മഴ പിടിച്ചിട്ട് നല്ല മൂടം കിട്ടിയിട്ട് നല്ല വെതറായി. അതുകൊണ്ട് നല്ല രസമുണ്ടായി. നമുക്ക് ചൂടറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം മഴ പെയ്ത് നമ്മൾ അവിടെ ഇങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ട് എത്തുമ്പോഴത്തേക്ക് കുറച്ച് വേർക്കാൻ തുടങ്ങി. ഇനിയിപ്പോ നമ്മൾ അവിടെ ഒരു ബാക്കിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ കുറച്ച് ലൈറ്റിന്റെ പരിപാടി ഉണ്ട്. അവിടെയും കൂടി ഒന്ന് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പോയി. ടയർഡായി ഗൈസ്. എന്തായാലും ഇന്നത്തെ ദിവസം ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എന്നെ എന്റെ ഫ്രണ്ട്സിനെയും പിന്നെ എന്റെ വീഡിയോനെയും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇപ്പം ഞാൻ കാണിക്കുന്നത് സെൻസറി സ്കേപ്പാണ് കേട്ടോ. അപ്പം അതെന്ന് വെച്ചെങ്കിൽ ഇതൊരു ഗാർഡൻ പോലെയാണ്. അപ്പം ഗാർഡൻ്റെ അവിടെ കുറച്ച് ആർക്കിടെക്ചറും ലൈറ്റും എല്ലാം കൂടിയിട്ടായിട്ടുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഒരു കാണാൻ രസമുള്ളൊരു പരിപാടി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 6 ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് 24 hours ആണ്. പിന്നെ ഫ്രീ എൻട്രിയും ആണ്. ധീമ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ഇവിടുന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ പകൽ കാണുന്നതിനെക്കാട്ടി രാത്രി കാണാനാണ് കൂടുതൽ ഭംഗി. കാരണം ഇതിൻ്റെ ലൈറ്റ് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ എത്ര പോലെ ഭംഗി കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത് വിവോസിറ്റി സ്റ്റേഷനിൽ നിന്ന് ബീച്ച് സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് മോണോ റെയിൽ എടുത്തിട്ടാണ്. പോകുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ എടുക്കാം. പക്ഷെ നമ്മൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായത്. അതായത് ബീച്ച് സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് ഇമ്പ അങ്ങനെ എന്തോ ആണ് ആ സ്റ്റേഷൻ്റെ പേര്. അടുത്തേക്ക് നടന്നിട്ട് പോയത്. കാരണം എന്നാലും ഇതെല്ലാം കാണാൻ പറ്റും. ഇനിയും കാണാനുണ്ട്. പക്ഷെ നമ്മൾ നടക്കാനുള്ള മടി കാരണം നടന്നിട്ടില്ല. പക്ഷെ
അപ്പോൾ ഇന്നത്തെ എൻ്റെ സെൻറ്റോസ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റുന്ന ക്ലിപ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതും കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. Okay guys, thanks for watching this video. Okay, bye bye.